എങ്ങനെ ഇന്ത്യയുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു ചെറിയ നേപ്പാളിനെ കൂടെ കൊണ്ടുപോകണം. അവർ കൂടെ നിന്നില്ലെങ്കിൽ പ്രശ്നമാണ്. അതായത് ഈ പറയുന്ന ഗൂർഖ റെജിമെൻ്റ് ഇല്ലാവുന്നു, ഈ പറയുന്ന ഗൂർഖകൾ ചൈനീസ് ആർമിയിൽ പോകുന്നു. ആലോചിച്ച് നോക്കണം അതിൻ്റെ സീരിയസ്നെസ്. ഇതാണ് ഞാൻ പറയുന്ന മോദി ഗവൺമെൻറ്റിന് ഡിപ്ലോമസി എന്നും പിടികിട്ടിയിട്ടില്ല. വെറുതെ തള്ളുമായിട്ട് നടക്കുകയാണ്. നേപ്പാൾ തെറ്റിക്കഴിയാൽ തെറ്റി. അതത്ര എളുപ്പമൊന്നുമല്ല. അവർ മറ്റുള്ള ഇഷ്യൂസൊക്കെ പറയുന്നത് വെറും ഇഷ്യൂസാണ്. അതിൻ്റെ അകത്ത് കാര്യപ്രസക്തമായ ഒരു കാര്യവുമില്ല. ഇപ്പോൾ കാലാപാനി റിവറിനെ പറ്റി പറയുന്നു. ബേസിക്കലി അത് വരുന്ന ഇന്ത്യൻ സൈഡിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അവർ ഡിമാൻഡ് ഉന്നയിച്ചേക്കുവാണ്, ഒരിക്കലും നടക്കാത്ത കാര്യം. അതേപോലെ പല ഡിമാൻഡുകൾ പറയുകയാണ്. തിരിച്ചു ഈ ബലൻഷാദ് പറയുന്ന ആൾ വളരെ മോശമായിട്ടാണ് ഇന്ത്യക്കാരോട് പെരുമാറുന്നത് ബോർഡർ കടക്കുമ്പോൾ. നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഈ രീതിയിലൊക്കെ ആക്കിയതിന് ആരാണ് ഉത്തരവാദി? ഇവിടെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത കാര്യങ്ങൾ നേരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ഈ സംഘപരിവാറിൻ്റെ RSSൻ്റെ അജണ്ട കൊണ്ടൊന്നും അവിടെ ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല. ശത്രുവാക്കി കഴിഞ്ഞാൽ ശത്രുവായി. ചെറിയൊരു എലി പോലെ രാജ്യം പറയുക ഇന്ത്യയുടെ ടെറിട്ടറി അവർ പിടിച്ചെടുത്തു. അതും അവിടുത്തെ പാർലമെൻറ്റിൽ പറയുക. അവർ പറയാണ് മീഡിയേറ്റ് ചെയ്യാൻ ചൈനയെ കൊണ്ടുവരിക, UK കൊണ്ടുവരിക. ഇന്ത്യ വിശ്വാസമില്ല. അതുപോലെ ഇന്ത്യയുടെ സീനിയർ ഉദ്യോഗസ്ഥർ ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിക്കാൻ. ഇതൊക്കെ പറയാൻ ആരാണ് അനാവശ്യമായ ധൈര്യം അവർക്ക് കൊടുത്തത്? ഉറപ്പായിട്ടും ചൈന തന്നെയാണ്. ഇതിനാണ് ബേസിക്കലി ഒരു ആമിക്കബിൾ സൊല്യൂഷൻ, ഒരു ലോങ് ടൈം സൊല്യൂഷൻ ഉണ്ടാക്കണം. നേപ്പാളുമായിട്ട് നല്ല ധാരണയെ പോകണം. നേപ്പാളിലെ ഗൂർഖയെ ഇന്ത്യൻ പട്ടാളത്തിലെടുക്കണം. അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രോമിസ് നിറവേറ്റണം 100%. അവരുടെ പൊളിറ്റിക്സിൽ ഇന്ത്യ ഇടപെടാൻ പാടില്ല. ഇന്ത്യയുടെ പഴയ രാജാക്കന്മാർ അവരെയും അവരുടെ ഇഷ്ടം അവരുടെ ജനങ്ങൾ അവർ തിരഞ്ഞെടുക്കട്ടെ. അതിനെന്തിനാ ഇന്ത്യ ഇടപെടുന്നത്? ബംഗ്ലാദേശുമായിട്ട് ഓക്കെ ഫൈൻ, നേപ്പാളുമായിട്ട് എന്താണ് ഇഷ്യൂ? അതുപോലും സെറ്റിൽ ചെയ്യാൻ കഴിയുന്നില്ല മോദി ഗവൺമെന്റിന്. പറഞ്ഞു വരുമ്പോൾ എല്ലാം കൂടെ ഒരു സിമ്പിളായിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ നേപ്പാളുമായിട്ട് പറ്റുന്നില്ല. അതല്ലേ യാഥാർത്ഥ്യം. ഇത് മുന്നോട്ട് പോകും തോറും ഇന്ത്യയുടെ സെക്യൂരിറ്റിക്കും നോർത്ത് ഈസ്റ്റിനും ഭീഷണി തന്നെയാണ്. ചൈനയുടെ കയ്യിലാണ് ട്രിഗർ ഇരിക്കുന്ന പാകിസ്ഥാൻ, അടുത്തത് നേപ്പാൾ, പിന്നെ പാകിസ്ഥാനിൽ ഇരിക്കുന്നു ബംഗ്ലാദേശ്. ഇവിടെയാണ് ബോധമില്ലാത്ത റിട്ടയർഡ് ജനറൽമാരൊക്കെ കയറി അടിക്കുന്നത്. ചിക്കനൊക്കെ ഇപ്പം പിടിക്കണം, ഇപ്പോൾ അത് പിടിക്കണം. ഇവന്മാരെ ഒതുക്കി നിർത്തുക എന്നത് മോദി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ അജണ്ടകളിലൊന്നാണ്.